ഹായ് ഓൾ വെൽക്കം ടു സി സി പ്ലസ്. എൻ്റെ പേര് കാവ്യ. സോ നമുക്കറിയാം നമ്മുടെ LSS എക്സാംസിൻ്റെ അല്ലെങ്കിൽ USS എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ടല്ലേ. നമുക്കറിയാം ജനുവരി 12 തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫെബ്രുവരി 28 28 നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ഇപ്പോഴേ നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങണം. കാരണം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഏപ്രിലൊക്കെ ആയിരിക്കും ക്ലാസ് ഒക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ എക്സാംസ് വരുന്നതെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നേരത്തെ ആയിട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ മെയിൻ എക്സാംസ്, അതായത് നമ്മുടെ മെയിൻ ടേം എക്സാംസിനെക്കാട്ടും മുന്നേ ഈ എക്സാംസ് വരാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഇതറിഞ്ഞവർക്ക് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ തൊട്ട് തുടങ്ങുക. ഇതുവരെ തുടങ്ങാത്തവർ പതുക്കെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നവർ വിചാരിക്കും ഇനിയും ടൈം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നവരായിരിക്കാം. പക്ഷെ പാടില്ല, എന്ത് ചെയ്യണം, നമ്മൾ ഇത്തിരി കൂടി സ്പീഡ് ആവണം. ഓക്കെ. സോ നമ്മൾ ഇന്നിവിടെ നമ്മുടെ മാത്സിൽ LSSൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ. ആ ഒരു എനർജി തന്നെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു പോകണം. കാരണം നമ്മൾ പറഞ്ഞു ഇപ്പോൾ വെക്കേഷൻ ഒക്കെ വരും, എല്ലാവരും ആ മൂഡിലൊക്കെ പോകും. കുറച്ച് ദിവസം നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം, പഠിത്തത്തിലോട്ട് തന്നെ വരണം. കാരണം ഇത് നമ്മുടെ മെയിൻ എക്സാംസിന് എന്തായാലും അഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ LSSൻ്റെ USSൻ്റെ ഇപ്പോൾ കാണുന്നവർ വിചാരിക്കും എനിക്ക് അപ്ലൈ ചെയ്യാവോ, ആർക്കാണ് എന്നൊക്കെ കുറച്ച് പേര് പെട്ടെന്ന് ഇപ്പോൾ ആലോചിക്കുന്നവരുണ്ടാവും. ഓൾറെഡി നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ആർക്കൊക്കെ LSS എഴുതാം, USS ആർക്കൊക്കെ എഴുതാം, പിന്നെ അതിൻ്റെ സിലബസ് എങ്ങനെയാണ് എക്സാം പേപ്പർ വരുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഓൾറെഡി പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് കാണാത്തവർ എന്ത് ചെയ്യാൻ, പോയി കാണാം കേട്ടോ. പിന്നെ ഒന്നുകൂടി പറയാം, LSS നമുക്ക് 4th പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാം, അതുപോലെ USS 7th പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാം. ഓക്കെ. സോ ഇതാണ് ക്രൈറ്റീരിയ, അതായത് എഡ്യൂക്കേഷൻ രീതിയിൽ ക്രൈറ്റീരിയ പറയുന്നത്. പിന്നെ സിലബസ് പറയുന്നത് വേറെ എക്സ്ട്രാ ഒന്നുമില്ല, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ആ ഫ്ലോയിൽ തന്നെ അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ എഴുതുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓരോ പാർട്ടായിട്ടൊക്കെയാണ് വരുന്നത്. എല്ലാം ഒരൊറ്റ മാർക്കിലൊന്നും അല്ല. ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന മാത്സ് ആണെങ്കിൽ പോലും ജസ്റ്റ് 20 മാർക്സ് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ 5 മാർക്ക് 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ, ബാക്കിയെല്ലാം MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കണം പോയി എഴുതുമ്പോൾ അല്ലേ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനുള്ളൂ. ഓക്കെ. സോ നമുക്ക് സമയം കളയുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കണം കേട്ടോ. ഓക്കെ. സോ നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നോക്കിക്കേ. ഫോർ എ കൺസ്ട്രക്ഷൻ വർക്ക് 14 masons, 11 carpenters, 4 painters work a day. The wages of mason is 750 per day and that of carpenter is 675 per day. The total wages given for 4 painters is 2300. അങ്ങനെയാണെങ്കിൽ find the total wages given to all workers for one day. സോ ഞാൻ ഈ സ്പീഡിൽ പറയുമ്പോൾ വിചാരിക്കും ഒന്നും മനസ്സിലായില്ല അല്ലേ. സോ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ എഴുതിയെന്നുള്ളൂ, ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. സോ അങ്ങനെ രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ ആലോചിച്ച് ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഇവിടെ എന്താ പറയുന്നത്, ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ 14 മേസൺസ് ഉണ്ട്, 11 കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, 4 പെയിൻറ്റേഴ്സ് ഉണ്ട്. അവർ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നത്, ഇത്രയും പേരാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു വേജ്, അതായത് എന്താ, വേജസ് ഓഫ് മേസൺ ഈസ് 750 പെർ ഡേ. മേസന്റെ ഒരു ദിവസത്തെ നമ്മുടെ കൂലി എന്ന് പറയത്തില്ല, അല്ലെങ്കിൽ വേജസ്, സാലറി എന്നൊക്കെ പറയുന്നത് 750 ആണ്. കാർപ്പൻറ്ററിന് 675 ആണ്. ആൻഡ് പിന്നെ എന്താ പറയുന്നത്, 4 പെയിൻറ്റേഴ്സും കൂടി കൂട്ടി 2300 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എല്ലാവരുടെ വർക്കേഴ്സിന്റെ വേജസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ. ഓക്കെ. സോ ആദ്യം നമ്മുടെ മാത്സ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് വായിക്കാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം അല്ലേ. അപ്പോൾ 14 മേസൺസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു മേസന്റെ വേജസ് 750 ആണേ. അപ്പോൾ 14 മേസൺസിന്റെ എത്രയായിരിക്കും, 14 × 750 ചെയ്താൽ മതി. ക്ലിയർ ആണോ. സോ ഇങ്ങനെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കഴിവ്. ഓക്കെ. സോ ഇത് മാത്സ് ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വിചാരിക്കും ഭയങ്കര പാടാണ്, അങ്ങനെയൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കേണ്ടതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അടുത്തത് എന്താ പറയുന്നത്, 11 കാർപ്പൻറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഒരു കാർപ്പൻ്റെ വാല്യൂ വന്നിട്ടുണ്ടല്ലോ. ഒരു കാർപ്പൻറ്ററിന്റെ വേജ് എത്രയാണ്, 675 ആണെങ്കിൽ നമുക്ക് 11 കാർപ്പൻറ്റേഴ്സിന്റെ 11 × 65 ചെയ്താൽ പോരെ, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് 4 പെയിൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ മൊത്തത്തിൽ അവർ പറയുന്നത് 4 പെയിൻറ്റേഴ്സിനും കൂടിയിട്ട് 2300 ആണ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ ആ പെയിൻറ്റേഴ്സിന്റെ 4 പേരുടെ ഇൻറ്റു നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. 4 പേരുടെ മൊത്തത്തിലാണ് കേട്ടോ. 4 പേരുടെ മൊത്തത്തിൽ എത്ര പറഞ്ഞിരിക്കുന്നത്, 2300. സോ ഇത് രണ്ടും കൂടി അല്ലെങ്കിൽ ഈ മൂന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ആൻസർ. പക്ഷെ നമുക്ക് ഇത് രണ്ടും ആദ്യം എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം.
സോ നമുക്ക് കണ്ടുപിടിക്കാം. സോ ഞാൻ എളുപ്പത്തിൽ പറയാണ്, 14 ഇൻറ്റു 750 ഒക്കെ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 75 ഇൻറ്റു 14 ചെയ്യാം. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മൾ തെറ്റിപ്പോരുത്. ഓക്കെ, 7 4 സാർ എത്രയാണ്, 28 ആണ് അല്ലേ. സോ ഇവിടെ നമുക്ക് 30 കിട്ടും. സോ നമ്മൾ എളുപ്പത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, എളുപ്പത്തിൽ നമ്മൾ ചിന്തിക്കുക. ഓക്കെ, സോ നമുക്കിത് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് 1050, ഞാനിവിടെ 75 എടുത്തുകൊണ്ടാണ് ഇത് കിട്ടിയത്. 750 ആകുമ്പോൾ ഒരു 0 കൂടി വരും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ 675 ഇൻറ്റു 11 കൂടി ചെയ്ത് നോക്കാം. 675 ഇൻറ്റു 11 കൂടി ചെയ്യാം. സോ എപ്പോഴും നോക്കേണ്ടത്, നമ്മൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയാൽ തന്നെ നമ്മുടെ മൊത്തം ആൻസറിന് അത് ബാധിക്കും. സോ നമ്മൾ എപ്പോഴും കറക്റ്റായിട്ട് ചെയ്ത് പോകണം. സോ നമുക്ക് എന്ത് കിട്ടി, 7424. ഇനി ഇത് 25. അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യാം, എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് കിട്ടും, 5 2 കണ്ടോ, നമുക്ക് എന്ത് കിട്ടി, 20,225 റുപ്പീസ് ആണ് ഇത്, റുപ്പീസ് ആണ്. സോ ഇതാണ് എന്ത്, നമ്മുടെ ടോട്ടൽ വർക്കേഴ്സിൻ്റെ ഒരു ദിവസത്തെ വേജ് എന്ന് പറഞ്ഞത്. സോ മനസ്സിലായില്ലേ. സോ ഇങ്ങനെ നമ്മൾ കാൽക്കുലേഷൻ മാത്രം ഭയങ്കര വലുതായിട്ട് തോന്നുള്ളൂ, കാര്യം ചെയ്യേണ്ടത് സിമ്പിളാണ്. സോ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അത് ആദ്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കേണ്ടതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ പറഞ്ഞു ഇതൊരു സ്കോളർഷിപ്പ് എക്സാം ആണല്ലേ, നമ്മുടെ സാധാ സ്കൂളിലത്തെ എക്സാംസ് അല്ല. സോ അവിടെ എന്ത് ചെയ്യും, നമുക്ക് സാധാ സ്കൂളിലത്തെ എല്ലാ കൊല്ലവും നമ്മൾ എഴുതി നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, ടൈം മാനേജ്മെൻ്റ് ഒക്കെ അറിയാം. പക്ഷേ ഇത് നമ്മൾ പുറത്തൊരു എക്സ്ട്രാ സ്കോളർഷിപ്പ് എക്സാം ആണ്. സോ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്ത് തന്നെ എഴുതണം. ഓക്കെ, സോ അതിനാണ് ഞാനിത് എളുപ്പത്തിൽ നമ്മൾ ഇത്ര സമയം എടുത്തത് ചെയ്യാൻ. ഓക്കെ, ആകെ ഉള്ളത് ഇതിന് മാത്രമേ സമയമൊക്കെ എടുക്കത്തുള്ളൂ, പക്ഷെ ഇതിനൊന്നും അധികം സമയം നമ്മൾ കാണരുത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കിയേ. The wages given to the painters were equally divided among them. Then how much did each painter get? സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 4 പെയിൻറ്റേഴ്സിനെയും കൂടി കൂട്ടി 2300 ആണെങ്കിൽ, അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഈച്ച് പെയിൻറ്റർ ഗെറ്റ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഒരു പെയിൻറ്ററിന്, സോ നമ്മളിത് യൂണിറ്ററി മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, 4 പെയിൻറ്റേഴ്സിനും കൂടി കൂട്ടിയിട്ടാണ് 2300. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പെയിൻറ്ററിന് എത്രയായിരിക്കും എന്നാ ക്വസ്റ്റ്യൻ. സോ എന്ത് ചെയ്താൽ മതി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇത് മാത്രമല്ല, ഇത് നമ്മൾ യൂണിറ്ററി മെത്തേഡ് എന്ന് പറയും. സോ എത്രയോ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അപ്പോൾ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി അതിന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. സോ എന്തൊക്കെ ഡിവൈഡ് ചെയ്താൽ മതി, ഈ 2300 നമ്മൾ എന്ത് ചെയ്യുക, 4 ഡിവൈഡ് ചെയ്യുക. സോ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ജസ്റ്റ് ഡിവൈഡ് ചെയ്തേ, തന്നെ മൈൻഡിലൊക്കെ ഡിവൈഡ് ചെയ്യാൻ ഇപ്പോഴേ പഠിക്കുക. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് നോക്കിക്കേ, കിട്ടും 300 ബാലൻസ് ആണ്. പിന്നെ നമുക്ക് ഈ 300 എടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് 30 എടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഡൗൺ ചെയ്യുക, 30 എടുക്കുക. 7 × 28 കിട്ടി. പിന്നെയും 2 ബാലൻസ് വന്നു, ഇറക്കി എഴുതി. നമുക്ക് എന്ത് കിട്ടി, 5 പോയി 20 വീണ്ടും കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, 575 ആണ് പെർ ഡേ. ഓക്കെ, പെർ ഡേ ഒരു പെയിൻറ്ററിന് കിട്ടുന്ന വാല്യൂ ഇതാണെന്ന് കിട്ടി. ഓക്കെ, സോ ഈസി അല്ലേ. സോ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായി കിട്ടുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഇതിനുണ്ട്. നോക്കിക്കേ, ഹൗ മച്ച് എമൗണ്ട് വിൽ ബി റെഡ്യൂസ്ഡ് ഇഫ് 2 masons, 2 carpenters and 2 painters may not come for the work on a day. അതായത് എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ എന്താ പറഞ്ഞിരുന്നത്, 14 masons ഉണ്ട്, അതുപോലെ 11 carpenters ഉണ്ട്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞിരുന്നേ അല്ലേ. സോ ഇവിടെ പറയുന്നത് അതിൽ ഈ 14 masonsൽ 2 പേര് വരാണ്ടിരുന്നാൽ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് നോട്ട് ചെയ്ത് വെക്കാം. 14 masons ഉണ്ട്, 11 carpenters ഉണ്ട്, അതുപോലെ 4 painters ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ 14ൽ 2 പോയാൽ 12 ആയേ. ഓക്കെ, ഇതായിരുന്നു ഒറിജിനൽ. 2 പേര് പോയെങ്കിൽ വന്നില്ല, 12 പേരായി. അത് 2 കാർപ്പൻറ്റേഴ്സ് ഇവിടെ വന്നില്ല, അപ്പോൾ ബാക്കി എത്രയായി, 9 പേരായി. ഓക്കെ, അതുപോലെ 2 പെയിൻറ്റേഴ്സും വന്നില്ല, 2 പേരായി. അപ്പോൾ 12 മേസൺസ്, 9 കാർപ്പൻറ്റേഴ്സും 2 പെയിൻറ്റേഴ്സും ആയിരുന്നെങ്കിൽ എത്ര ആയിരിക്കും ആ വേജ് അല്ലെങ്കിൽ എമൗണ്ട് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ അവിടെ ചെയ്തത് ഇങ്ങനെ ചെയ്താൽ മതി. 12 ഇൻറ്റു എന്തായിരുന്നു, 12 ഇൻറ്റു ഒരു ദിവസത്തെ വേജ് എത്രയായിരുന്നു, 12 മേസൺസ് ആവുമ്പോൾ ഒരു ദിവസത്തെ വേജ് എത്രയാ,
അപ്പോൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഒരു ദിവസത്തെ മെയ്സിൻ്റെ വേജ് 750 ആണ്. ഓക്കെ, സോ 750. അതുപോലെ നമ്മുടെ കാർപ്പറിൻ്റെ 675 ആണല്ലേ. അപ്പോൾ നമ്മുടെ 11 2 പേര് പോയപ്പോൾ 9 പേരായി. 9 ഇൻറ്റു ഈ 750. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടി ഇവിടെ 675 ചെയ്യാം. അതുപോലെ 4 പെയിൻറ്റേഴ്സിനാണ് 2300 അല്ലേ. സോ അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അടുത്ത സബ് ക്വസ്റ്റൻ എന്താണ്? ഒരു പെയിൻറ്ററിന് എത്രയായിരുന്നു? ഒരു പെയിൻറ്ററിന് 575 ആയിരുന്നു അല്ലേ. അപ്പോൾ 2 പെയിൻറ്റേഴ്സിന് 575 ആണ്. സോ ഇത് ചെയ്താൽ മതി. എന്ത് കിട്ടും? ഇത് ചെയ്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഇത് ഭയങ്കര ഈസിയാണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ ചെയ്തത് തന്നെ, പക്ഷെ അവർ ജസ്റ്റ് ആൾക്കാരുടെ നമ്പർ കുറച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. സോ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അതായത് എന്താണ്, 14 മേസസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 പേര് ഒരു ദിവസം വന്നില്ല. അപ്പോൾ ബാക്കി എത്രയായി? 12 പേര്. 12 പേര് 750 വെച്ച് ഇൻറ്റു ചെയ്യുക. ഇനി 11 പേരുണ്ടായിരുന്നു, അത് 2 പേര് വന്നില്ലെങ്കിൽ 9 പേര്. അപ്പോൾ 9 ഇൻറ്റു 675 ചെയ്തു. ഇനി നമ്മൾ 4 പെയിൻറ്റേഴ്സിന് 2300 ആണെങ്കിൽ നമ്മൾ യൂണിറ്ററി മെത്തേഡ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്തു അല്ലേ. ഒരു പെയിൻറ്ററിന് 575 ആയിരിക്കും. അപ്പോൾ 2 പെയിൻറ്റേഴ്സിന് എന്താണ് 2 ഇൻറ്റു 575 ചെയ്താൽ മതി. സോ എല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ടോട്ടൽ വേജ് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇങ്ങനത്തെ സബ് ക്വസ്റ്റ്യൻ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഇങ്ങനെ 2-3 സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. സോ അപ്പോൾ നമ്മളിങ്ങനെ പിന്നെയും നമ്മൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് വേണം ചെയ്യാൻ പോകാൻ. അല്ലെങ്കിൽ ഓരോരുത്തരും കണ്ടിന്യൂഷൻ ആയിരിക്കും അടുത്ത പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ചെയ്യാണ്ട് മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, സോ എല്ലാവരും ഇതിൻ്റെ ആൻസർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? സോ നമുക്കിനി ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിരുന്നില്ലേ? സോ ഇതും ഇതുപോലെ തന്നെ ഈസിയാണ്. ഒന്ന് നോക്കൂ കേട്ടോ. നോക്കിക്കേ, ഇവിടെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫിഗേഴ്സ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആ സ്ക്വയർ. ഇത് 2 സ്ക്വയർ ആണ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട്. എന്താണ്? 24 സെൻറ്റിമീറ്റർ. ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ, സോ ഇതൊരു മൂന്നാമത്തെ റെക്ടാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റെക്ടാങ്കിൾ 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അതിൻ്റെ ലെങ്ത്. ആൻഡ് പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഫോർത്ത്, ഈ ഫോർത്ത് വൺ ഒരു റെക്ടാങ്കിൾ ആണ്, അത് 52 വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഈ ഫസ്റ്റ് സ്ക്വയർ. ഓക്കെ, സോ പറയുന്നത് എന്താണ്? ഇത് രണ്ടും സ്ക്വയർ ആണ്, ഇതെന്താണ്? റെക്ടാങ്കിൾ ആണ്. അതുപോലെ തന്നെ ഇതും എന്താണ്? റെക്ടാങ്കിൾ ആണ്. സോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സോ മനസ്സിലാക്കുക, അതൊക്കെ ക്ലൂ ആണ്, അതില്ലാണ്ട് പറ്റില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഈ സ്ക്വയർ. ഫസ്റ്റ് വണ്ണിൻ്റെ സ്ക്വയറിൻ്റെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ അവർ തന്നിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് വൺ. ഓക്കെ, ഫസ്റ്റ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താ നമുക്കറിയാലോ. എന്താണ് പെരിമീറ്റർ? 4 ഇൻറ്റു സൈഡ് ആണ് അല്ലേ. സോ ഇവിടെ 4 ഇൻറ്റു സൈഡ് എന്താ തന്നിട്ടുണ്ട്? 24. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡ് കണ്ടുപിടിച്ചൂടെ? എന്ത് കിട്ടും? സൈഡ് ഈക്വൽ ടു 24/4 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും ആൻസർ? നമുക്ക് കിട്ടും 6 സെൻറ്റിമീറ്ററിന് കിട്ടും. സോ യൂണിറ്റ് ഒക്കെ കറക്റ്റായിട്ട് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ മാർക്ക് ചെയ്യാമല്ലോ. ഇതിൻ്റെ എല്ലാ സൈഡും 6 ആണ് എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ഫസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഓക്കെ, കിട്ടി. സോ ഞാൻ പറഞ്ഞു ഇതും സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പോകുന്നത്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമ്മൾ പോകണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ 3. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് റെക്ടാങ്കിൾ 3 അല്ലേ. ഇതാണ് തേർഡ് റെക്ടാങ്കിൾ. സോ നമുക്ക് ഇവിടെ കിട്ടി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് 6 ആണെന്ന് കിട്ടി. ഇനി അവർ പറയുന്നത് ഇതും ഒരു സ്ക്വയർ ആണെന്നാ. അപ്പോൾ ഇതിൻ്റെ സൈഡ് 6 തന്നെയല്ലേ? 6 തന്നെയാണ്. ഇനി നമുക്ക് അപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇതൊരു റെക്ടാങ്കിൾ ആണെങ്കിൽ ഈ 2 സൈഡും 6 ആയിരിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ 3 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. നോക്കിക്കേ, ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ തേർഡ് വൺ ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ തേർഡിൻ്റെ, അതായത് ഇതാണ് കേട്ടോ. ഓക്കെ, സോ ഞാനിവിടെ വലുതാക്കി വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ റെക്ടാങ്കിൾ എന്ന് വിചാരിക്കുക. ഇതിലത്തൊരു നമ്മുടെ ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. എന്നിട്ട് അവർ ഓൾറെഡി പറയുന്നുണ്ട് ഇത് 10 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? റെക്ടാങ്കിളിൻ്റെ 2 ഇൻറ്റു L + B, ഇത്രേ ഉള്ളൂ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു 6 + 10 നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു 16. അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ വരുന്നത് 32
സെൻറ്റിമീറ്റർ ആണ് അല്ലേ? എല്ലാവരും ചെയ്ത് നോക്കിക്കേ. ഇത് 6 + 10 എത്രയാണ്? 16 കിട്ടി അല്ലേ? സോ 2 × 16 എന്താണ്? 2 6 ആണ്. ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമ്മൾ അറിയാം, നമ്മൾ ജസ്റ്റ് അത്ര പെട്ടെന്നൊക്കെ ഗ്രാസ്പ് ചെയ്യാനായിട്ടുള്ള അത്ര എത്തിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക, ഒരു കുഴപ്പമില്ല. 12 ആണ് 32. സോ 32 സെൻറ്റിമീറ്റർ ആണ് എന്താ ഇതിൻ്റെ പെരിമീറ്ററിന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഓക്കെ. സോ ഇത് തേർഡ് വൺ ആ റെക്ടാങ്കിളിന് കിട്ടി. സോ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൈൻഡിൽ എന്ത് ചെയ്യാം, ആലോചിക്കാം കേട്ടോ. ഞാൻ നോക്കിക്കേ, നമുക്കിത് എങ്ങനെയൊക്കെ ചെയ്തുകൂടെ? അപ്പോൾ ഇത് 6 ആണ് അല്ലേ? ഇവിടെ 6 ആണ്, ഇവിടെ 6, ഇവിടെ 6, അപ്പോൾ ഇവിടെ 10 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെക്ടാങ്കിൾ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ലെങ്ത് എത്ര ആയിരിക്കും? ഈ രണ്ട് ലെങ്ത് എത്ര ആയിരിക്കും? 6 + 6 + 10 ആയിരിക്കും അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? 12 + 10 അതായത് 22. അതായത് ഈ ഫോർത്ത് വണ്ണിൻ്റെ ലെങ്ത് നമുക്ക് എന്തായിരിക്കും? 22. സോ അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അങ്ങനെയും കൂടി എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യണം. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ 4. ഇതായിരുന്നു ഫോർത്ത് റെക്ടാങ്കിൾ. അതിൻ്റെ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെങ്ത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞില്ലേ, 6 + 6 + എന്താണ് 10, നമുക്ക് 22 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത് എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ലെങ്ത് എത്ര? 22 സെൻറ്റിമീറ്റർ. ബ്രെഡ്ത്ത് അറിയില്ല. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ബ്രെഡ്ത്ത് അറിയില്ല, ലെങ്ത് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടൊന്നും കിട്ടില്ല അല്ലേ? നമുക്ക് എന്തും കൂടി ഒരു ക്ലൂ എന്തെങ്കിലും വേണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പെരിമീറ്റർ 52 സെൻറ്റിമീറ്റർ ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാമല്ലോ. അപ്പം നമുക്കിവിടെ ചെയ്യാം, പെരിമീറ്റർ ഇക്വേഷൻ ചെയ്യാം. 2 × L + B എത്രയാണ്? 52. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. സോ 2 × 22 + breadth = 52. സോ നമുക്ക് ഈ 2 കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ 2 ഇവിടെ ഇൻറ്റു ആണല്ലേ? സോ നമ്മളിത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡ് ആവും. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താവും? ഓക്കെ, ഇവിടെ 2 ഇല്ലേ? 2 ഇവിടെ ഇൻറ്റു ആണ്, ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആവും. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതാം, 22 + B = 52 / 2. 52 / 2 എന്താ? നമുക്ക് എന്ത് കിട്ടും? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് എഴുതാം. നമുക്ക് എന്ത് കിട്ടും? കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 × 4 6 കിട്ടും അല്ലേ? ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 26 കിട്ടും. ഇനി നമുക്ക് B കണ്ടുപിടിക്കാമല്ലോ. സോ 22 + B എന്ന് പറയുന്നത് 26 ആണെങ്കിൽ B എന്ന് പറയുന്നത് 26 - 22, നമുക്ക് എന്ത് കിട്ടും? 4 സെൻറ്റിമീറ്ററിന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇവിടുത്തെ ബ്രെഡ്ത്തും കിട്ടി. സോ ക്ലിയർ ആയില്ലേ? ഓക്കെ. സോ ഞാൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ കാൽക്കുലേഷൻ ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പോയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തും കൂടി നോക്കണം. ഓക്കെ. സോ നമുക്ക് എന്താ ഇവിടെ കിട്ടിയത്? നമുക്ക് ബ്രെഡ്ത്ത് കിട്ടി, 4 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. സോ നമുക്കെല്ലാം കിട്ടിയില്ലേ? സോ റെക്ടാങ്കിൾ, ഫോർത്ത് റെക്ടാങ്കിളിൻ്റെ 4 സെൻറ്റിമീറ്റർ ആണ് കിട്ടി. സോ ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. സോ ജസ്റ്റ് മൈൻഡിൽ മനസ്സിലാക്കുക, ഒരെണ്ണം മറ്റേതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ. സോ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് മറ്റേതിലോട്ട് എത്താൻ പറ്റും. സോ ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ക്ലൂ ഉണ്ടാവും എന്തായാലും അല്ലേ? സോ അത് നമ്മൾ മൈൻഡിൽ വിചാരിക്കുക. അപ്പോൾ എന്തായാലും ആ ക്ലൂ അതിലുണ്ട്. സോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ കാര്യമാണ്. ഓക്കെ അല്ലേ? സോ എളുപ്പമല്ലേ അല്ലേ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നമ്മുടെ എക്സാംസിന് വരുന്നത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ലാർജ് റെക്ടാങ്കിൾ. സോ ലാർജ് റെക്ടാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ഈ വലിയ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം. ഓക്കെ. സോ നമുക്കറിയാം പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2 × L + B ആണ്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്ത് എന്താ? നമ്മൾ പറഞ്ഞു ഇതാണ് ഒരു ലെങ്ത്ത്, ഇതാണ് ഒരു ബ്രെഡ്ത്ത്. ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 22 സെൻറ്റിമീറ്റർ. പക്ഷേ ഇവിടുത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, ഈ ഭാഗം 4 ആണ് ഇപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഭാഗം എത്രയാണെന്ന് നമുക്കറിയാം, 6 സെൻറ്റിമീറ്റർ അല്ലേ? കാരണം ഇതൊക്കെ 6 ആണെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇതും എന്തായിരിക്കും? 6 ആയിരിക്കും. ഇതൊക്കെ 6 ആണ്, സോ ഇതും 6 ആയിരിക്കും അല്ലേ? സോ നമുക്ക് എന്താണ് ഇവിടുത്തെ ലെങ്ത്ത് 22, ബ്രെഡ്ത്ത് 6 + 4 ആണ് കേട്ടോ. സോ എന്താണ്? 2 × 22 + 6, വെറുതെ 6ഉം 4ഉം ഒന്നും എഴുതരുത്, 6 + 4 ചെയ്യുക, 10 ആണ്. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടും? 2 × ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 32 കിട്ടും. സോ നമുക്ക് എന്താ ആൻസർ വരുന്നത്? 64 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതാണ് ഈ മൊത്തം വലിയ റെക്ടാങ്കിളിൻ്റെ
പെരിമീറ്റർ എന്ന് പറയുന്നത്. ഈസി അല്ലേ? ഓക്കെ. സോ ഓരോ കുഞ്ഞു കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യം തെറ്റിപ്പോയാൽ മൊത്തത്തിൽ തെറ്റിപ്പോകും. സോ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ. സോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ എന്തെങ്കിലും റീഡു ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കി പറഞ്ഞു തരാം, നിങ്ങൾ തന്നെ അത് ചെയ്ത് നോക്കാം. രാജു റീച്ച്ഡ് ഹോം അറ്റ് 1:10 PM. ഓക്കെ. സോ 1:10 PM എന്നാണ് കേട്ടോ. PM ആഫ്റ്റർ ട്രാവലിംഗ് ഫോർ 55 minutes. അറ്റ് വാട്ട് ടൈം ഡിഡ് ഹി സ്റ്റാർട്ട് ഹിസ് ജേർണി? സോ നമ്മളാന്ന് വിചാരിച്ചോ, ഞാൻ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഞാനാണ് രാജു. സോ എന്ത് ചെയ്തു, ഞാൻ 1:10 PM ആണ് കേട്ടോ. 1:10 PM എന്ന് വെച്ചാൽ 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ വീട്ടിലെത്തിയത് അപ്പോഴാണ്. ഓക്കെ. സോ അപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 55 minutes ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഞാൻ തുടങ്ങിയത്, ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ. 1:10 PM എന്ന് പറയുമ്പോൾ ഒരു ഉച്ച സമയമാണെന്ന് വിചാരിക്കാം അല്ലേ, ഉച്ച സമയമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 55 minutes മുമ്പേ അല്ലേ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 55 minutes നമ്മൾ അതിൽ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. പക്ഷെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെ മൈനസ് ചെയ്യും, ജസ്റ്റ് മൈനസ് ചെയ്താൽ മതിയോ, നമുക്ക് വേറെ എന്താ വലിയ ആൻസർ ഒക്കെ കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ലോജിക്കലൊക്കെ ആയിട്ട് ചിന്തിച്ച് നോക്കാം. ഇവിടെ ഇതാണല്ലേ നമ്മുടെ മിനിറ്റ്സ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാലോ, നമ്മൾ എപ്പോഴും എഴുതുന്ന ഇങ്ങനെയല്ലേ, ടൈം എഴുതുന്ന ഇങ്ങനെയല്ലേ അല്ലേ. സോ ഇവിടെ 55 minutes എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. സോ ഇതേ നിന്നൊരു 55 minutes കുറച്ചാൽ മതി. സോ വെറുതെ ഡയറക്റ്റ് നമ്മൾ പോയിന്റ് ഇടുന്ന പോലെ കയറി ഡിവൈഡ് മൈനസ് ഒന്നും ചെയ്ത് കളയരുത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, ഇവിടെ 55 minutes ഉണ്ട്, ഇവിടെ 10 minutes ഉണ്ട്. ഞാൻ ഈ 10 minute ഇതിൽ നിന്ന് കളയാം. 55 നിന്ന് ജസ്റ്റ് 10 minute കളഞ്ഞ് അപ്പോൾ എത്ര കിട്ടും, 45. അതായത് 1 മണിയായപ്പോൾ, ഇപ്പോൾ 1 മണിയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒരു 45 minutes, ഓക്കെ, ഒരു 45 minutes കളഞ്ഞാൽ മതി. അപ്പോൾ ഒന്ന് ആലോചിക്കുക, 1 മണി നമ്മൾ ക്ലോക്കിൽ ആലോചിക്കുക, 1 മണി, 1 മണിയിൽ നിന്ന് ഒരു 45 minute പുറകിട്ട് എടുക്കുമ്പോൾ എത്ര ആയിരിക്കും, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് ചൂസ് ചെയ്യാം. ഓക്കെ. സോ ഇത് ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്നത്. നോക്കിക്കേ, what will be the difference between the smallest 5-digit number and the largest 3-digit number? സോ ഇത് നമുക്കറിയാം, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൽ എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നതാണ്. ഹയസ്റ്റ് 4-digit number, 5-digit number, സ്മോളസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഡിഫറൻസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഇങ്ങനത്തെ കുറച്ച് കീവേഡ്സ് ഉണ്ട്, മനസ്സിലാക്കി വെക്കാം. ഇനി എന്താ, ബിറ്റ്വീൻ ദ സ്മോളസ്റ്റ് 5-digit number. സ്മോളസ്റ്റ് 5-digit number എന്ന് വെച്ചാൽ എന്താ, സ്മോളസ്റ്റ് 5-digit number അല്ലെങ്കിൽ പോട്ടെ, സ്മോളസ്റ്റ് 2-digit number എന്താ, 10 ആണ്. സ്മോളസ്റ്റ് 3-digit number എന്താ, 100 ആണ്. സ്മോളസ്റ്റ് 4-digit number എന്താ, 1000 ആണ്. അപ്പോൾ സ്മോളസ്റ്റ് 5-digit number എന്താ, 5-digit number എന്താ, 5-digit number എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1 2 3 4, 5 ഡിജിറ്റായി ഏറ്റവും ചെറിയ 5-digit number എന്ന് പറയുന്നത് ഇതാണ്. ഇനി എന്താ, അത് ലാർജസ്റ്റ് 3-digit number, ലാർജസ്റ്റ് 1-digit number എന്താ, 9 ആണ്. ലാർജസ്റ്റ് 2-digit number എന്താ, 99 ആണ്. ഇതിങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ലാർജസ്റ്റ് 3-digit number എന്താ, 999 ആണ്. ഇനി സബ്ട്രാക്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്ന തെറ്റിക്കാണ്ടിരിക്കുക. ഓക്കെ. സോ നമുക്കിവിടെ എന്ത് കിട്ടും, 1, ഇവിടെ 0. നമ്മൾ ബോറോ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ മറന്നു പോകും അല്ലേ. സോ അത് നോക്കുക. സോ നമുക്ക് എന്ത് കിട്ടി, 9001 ആണ്. നമുക്കിത് ചെക്ക് ചെയ്യാം കേട്ടോ. ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ, ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമുക്ക് കിട്ടിയത് എന്താണ്, 9001 ആണ്. സോ എല്ലാവർക്കും മനസ്സിലായോ? സോ എന്താണ്, ഇങ്ങനെയാണ് എന്ത് നമ്മുടെ LSSലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഒരിത്തിരി പൊടിക്ക് വ്യത്യാസമുണ്ട് അല്ലേ, സാധാ ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ച് ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ. സോ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് എല്ലാ ചാപ്റ്ററും, ഓക്കെ. സോ നമ്മളിത് മാത്സ് മാത്രമല്ല ബാക്കിയുള്ള കുറേ ടോപ്പിക്സ് നമുക്കറിയാം. നമ്മൾ സ്കൂളിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇപ്പോൾ EVS ആണെങ്കിലും GK ആണെങ്കിലും എല്ലാ രീതിയിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് LSSനും USSനും വരുന്നതാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു പോകണം. എക്സാംസിനെക്കാട്ടും കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. ഓക്കെ. സോ ഇതുപോലെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ മനസ്സിലായില്ല എല്ലാവർക്കും. അപ്പോൾ നമ്മളിവിടെ CC+ൽ ഇതുപോലത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ അത് സോൾവ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്.
അപ്പോൾ നമുക്കറിയാം ഇനി നമുക്ക് ടൈമില്ല, ഫെബ്രുവരി 28-നാണ് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. സോ നമ്മളിവിടെ ക്രിസ്മസിൻ്റെ ഓഫർ എന്ന പ്രമാണിച്ച ഭാഗമായിട്ട് നമ്മളിവിടെ ക്രാഷ് കോഴ്സസ് ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡിസംബർ 30 വരെ നമ്മൾ ഓഫറോട് കൂടി ഈ കോഴ്സസ് പോവാണ്. സോ എന്ത് ചെയ്യുക, എല്ലാവരും കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, 9496949929. അതുപോലെ തന്നെ ഈ എല്ലാവരും ഇപ്പം ഞാൻ കാണുന്നു, എൻ്റെ ഫ്രണ്ട്സും നമുക്ക് ഒരുമിച്ചിരുന്ന് പോയി എഴുതാമല്ലോ അല്ലേ. നമുക്കറിയാം 4th പഠിക്കുന്നവരാണെങ്കിൽ ഒരുമിച്ച് പോയിട്ട് എഴുതാം, അതുപോലെ 7th പഠിക്കുന്നവർക്ക് എഴുതാം. സോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അത് ക്ലിയർ ചെയ്ത് പോകും. സോ നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. സോ താങ്ക് യു സോ മച്ച്.